നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവള് മറ്റെന്തെങ്കിലും പ്ലാൻ ഇട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് അച്ഛന്റെ അഡ്വക്കേറ്റിന്റെ അടുത്തൊന്ന് ചോദിക്കാം. അതൊന്നും ശരിയാവില്ല നന്ദ. ഈ ലീഗൽ അഡ്വൈസർ എന്ന് പറയുന്നത് എനിക്ക് മാത്രമുള്ളതല്ല, രവിക്കും കൂടിയാ. ഒറ്റ പാർട്ണർഷിപ്പിൽ നടത്തുന്നതല്ലേ, രണ്ടുപേർക്കും കൂടി ഒരാളേ ഉള്ളൂ. അപ്പോ ആരുടെയും വശം ചേർന്ന് അദ്ദേഹം പറയില്ല. പിന്നെ ശരണ്യ പറഞ്ഞത് ശരിയാണെങ്കിൽ അത് ഒരുപക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞൊന്നും ഇരിക്കില്ല. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറൊരു നല്ല അഡ്വക്കേറ്റിനെ കാണാം, അവരുടെ കൂടെ അഭിപ്രായം ചോദിക്കാം. അല്ലാതെ നമ്മൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണ്ട. നീ പറയുന്നതിലും കാര്യമുണ്ട്, നമുക്കങ്ങനെ ആലോചിക്കാം. ഇതുവരെയുള്ള കാര്യങ്ങള് ഞാൻ വിചാരിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. പ്രിൻസിന് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം എനിക്ക് അറിയേണ്ടത്. എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. ഇതിന്റെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ദിയാണല്ലോ. പറഞ്ഞത് വെച്ച് നോക്കിയാ നന്ദിതയും ശിവദാസും തമ്മില് ബിസിനസിന്റെ ഒരു ഡീലുണ്ട്. അത് നന്ദിതയ്ക്ക് ഗുണം വരാൻ പറ്റിയ ഭാഗത്തിലാ. ശിവദാസ് ഇങ്ങനെ ഇടയ്ക്ക് നിൽക്കുന്നതിന്റെ ഒരു സർക്കംസ്റ്റാൻസ് എന്താന്ന് പ്രിൻസിന് മനസ്സിലായോ? എനിക്ക് മനസ്സിലാവുന്ന ഒരു ഒറ്റ കാര്യമാ, അവൻ അവളെ വേണം, അതായിരിക്കും. അല്ല പ്രിൻസ്, അങ്ങനെ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ല ശിവദാസ്. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാ. എന്റെ ഫാമിലി റിലേഷനാ എന്ന് വെച്ചാ രക്തബന്ധമോ അല്ലെങ്കിൽ അതുപോലത്തെ അറ്റാച്ച്മെന്റോ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നന്ദന്റെ കുടുംബമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. നന്ദന്റെ അമ്മയ്ക്ക് ഈ പറയുന്ന ശിവദാസ് അമ്മാവന്റെ മകന്. അങ്ങനെ വെച്ച് നോക്കുമ്പോ എനിക്ക് പണ്ടേ അയാളെ അറിയാം. അയാൾ അങ്ങനെ ഒരു സ്ത്രീ വിഷയത്തിലോ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിട്ടോ ഒരു കാര്യവും ചെയ്യില്ല. ഇതിനകത്ത് മറ്റെന്തോ മോട്ടീവുണ്ട്. അതെന്താണെന്ന് തിരിച്ചറിയണം. അത് നമ്മുടെ ഒരു കാര്യമല്ല, നമ്മളത് അന്വേഷിക്കേണ്ട കാര്യവും ഇല്ല. എനിക്കാവശ്യം ഇവര് തമ്മിലുള്ള ബിസിനസ് പൊളിക്കുക. നന്ദിത ഒരിക്കലും അങ്ങനെ ഒരു ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാതിരിക്കും. പിന്നെ കഴിവതും ഈ നന്ദിതയും ശിവദാസുമായിട്ട് ഒരു ഇല്ലീഗൽ കണക്ഷൻ ഉണ്ടെന്ന് വരുത്തി തീർത്ത് ശരണ്യയുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അമ്മ ചീത്തയാണെന്ന് തോന്നിയ മകളും ചീത്തയാണെന്ന് വിശ്വസിച്ചോളും. അങ്ങനെ വിശ്വസിപ്പിച്ചെടുക്കണം. ഇതിന്റെ മാസ്റ്റർ പ്ലാൻ റൂട്ട് ചെയ്യേണ്ട നമ്മളാ. ചാണ്ടിച്ചാൻ കൂടെ നിൽക്കും എന്ത് കാര്യത്തിനായാലും. അതുമാത്രമേ ഇപ്പൊ ഉറപ്പ് തരാൻ പറ്റൂ. അത് മതി, അത് ധാരാളം. എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. എന്ത് ഞാൻ തീരുമാനിക്കുന്നോ അത് നടക്കണമെങ്കിൽ പ്രിൻസ് കൂടെ ഉണ്ടാവണം. ഗവൺമെന്റ്സ് ആയിരുന്നു നമ്മുടെ ലക്ഷ്യം, അറിയാലോ. ആ ലക്ഷ്യം തകർത്തത് ശിവദാസ. ഇനി പൂട്ടണമെങ്കിൽ നന്ദിതയ്ക്കൊപ്പം ശിവദാസിനെ കൂടി പൂട്ടണം. എല്ലാ വഴികളും അടച്ചിട്ടുള്ള ഒടുക്കത്തെ പൂട്ട്. ഒന്നും ഡാമേജ് ആവാത്ത വിധത്തിൽ പാക്ക് ചെയ്യണം. മോൻ അവിടെ ചെല്ലുമ്പോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. നീ എന്നെ പറഞ്ഞു പഠിപ്പിക്കണ്ട, എനിക്കറിയാം എന്റെ കൊച്ചിനെ എങ്ങനെ പറഞ്ഞു വിടണമെന്ന്. ഞാൻ പട്ടാളത്തിൽ പോയില്ലായിരുന്നെങ്കിലേ സയന്റിസ്റ്റ് ആവുമായിരുന്നു. എന്റെ ബുദ്ധിയാ അവന് കിട്ടിയിരിക്കുന്നത്. ഓ പിന്നെ അവന് കിട്ടിയതേ എന്റെ ബുദ്ധിയാ. അച്ഛനറിയാവോ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനേ വല്ലാത്ത ബുദ്ധിയായിരുന്നു. ഓ അറിയാം, ചെറുപ്പത്തിലെ ഉന്തുവണ്ടി ഉണ്ടാക്കി കളിച്ച കാര്യമല്ലേ. അങ്ങനെ പിന്നെ കളിയൊക്കെ ഒന്നും വേണ്ട കേട്ടോ. എനിക്കറിയാം അലോക എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ എനിക്ക് വിവരിച്ചും തന്നിട്ടുണ്ട്. ശരി, സമ്മതിച്ചു. എന്നാ നീ പറ, ഇവനുണ്ടാക്കിയ ഈ ഹെലികോപ്റ്ററിന്റെ പ്രവർത്തനത്തെ കുറിച്ച്. അത് അല്ലെങ്കിൽ വേണ്ട, ഈ ഹെലികോപ്റ്ററെ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോ റൺവേയിൽ ഓടുവോ അതോ ഇറക്കി നിർത്തിയാ മതിയോ? അങ്ങനെയല്ല, സാധാരണ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്താ പിന്നെ ഓടാറില്ലല്ലോ. ഓടിയാലോ. ഒരു റൺവേയിൽ വന്ന് ഇറങ്ങുമ്പോ അതിന്റെ വേഗത്തിനൊരു വെലോസിറ്റി ഉണ്ട്, നിനക്കറിയാമോ? അച്ഛാ, എന്നെ ചോദ്യം ചെയ്യണ്ട. ഈ വെലോസിറ്റിയും ഡയമീറ്ററും എല്ലാം എനിക്കറിയാം.
അമ്മേ വെലോസിറ്റിയും ഡയമീറ്ററും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഡയമീറ്റർ മാത്തമാറ്റിക്സിലാണ്. വെലോസിറ്റിയും മാത്തമാറ്റിക്സ് തന്നെയാ. ഞാനും കുറെ പഠിച്ചിട്ടുള്ളതാ. അതെ, എന്നാൽ ഞാൻ ഈ കാണിക്കാൻ പോകുന്ന കാര്യങ്ങൾ അമ്മ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല. എങ്ങനെ ഫ്യൂവലിന്റെ യൂസേജ് കുറച്ചിട്ട് ക്രൂഡ് ഓയിൽ യൂസ് ചെയ്യാന്നതിനെ കുറിച്ചാ. എടാ കൊച്ചേ, അതിനെ ക്രൂഡ് ഓയിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതെനിക്കറിയാം. ക്രൂഡ് ഓയിൽ എന്ന് വെച്ചാൽ പെട്രോൾ. അയ്യോ അമ്മേ, പെട്രോൾ ഉൽപ്പന്നത്തിന്റെ മേജറാണ് ക്രൂഡ് ഓയിൽ. അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് വരുന്നതാ നമ്മുടെ മണ്ണെണ്ണ വരെ. ഓ, അതെല്ലാം ഞാൻ പഠിച്ചതാ, മറന്നുപോയി. നീ ഇനി എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഞാൻ ജയിക്കും അമ്മേ. ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവും. എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. നിനക്കേ നിന്റെ അമ്മയുടെ ബുദ്ധിയാന്നാ പറയുന്നേ. ഞാനത് വെറുതെ പറഞ്ഞതാ. ഇവന്റെ അച്ഛന്റെ ബുദ്ധിയാ ഭാഗ്യേട്ടന്റെ. കഴിവുകളുടെ കൂമ്പാരമായിരുന്നു ഭാഗ്യേട്ടൻ. അതാ ഇവന് കിട്ടിയിരിക്കുന്നത്. അല്ലാതെ എന്റെ പൊട്ട ബുദ്ധിയൊന്നുമല്ല. ഭാഗ്യേട്ടൻ ഇതുപോലെ തന്നെ ഒത്തിരി സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഇനി നേടിത്തരുന്നത് ഇവനായിരിക്കും. അച്ഛാ, ഇവന് കുറച്ച് ആത്മവിശ്വാസം കൂടുതലല്ലേ? കുട്ടികൾക്ക് ആത്മവിശ്വാസം ഉള്ളത് നല്ലതാ. പക്ഷെ ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം. ഒന്നുമില്ലമ്മേ, എനിക്ക് വിശ്വാസമുണ്ട്. എന്റെ മനസ്സിൽ വേറെയും കുറെ ഐഡിയാസ് ഉണ്ട്. ഇതിപ്പോ ജില്ലാതലത്തിലല്ലേ, സ്റ്റേറ്റ് ലെവലിൽ പോവാൻ എന്നെ കൊണ്ട് പറ്റും. അപ്പോ അമ്മ എന്റെ കൂടെ വരണം. അമ്മ വന്ന് നോക്കി നിൽക്കുന്നതാ എന്റെ ബലം. അമ്മയ്ക്ക് നിങ്ങളാണ് ബലം. അമ്മയുടെ ഏറ്റവും വലിയ ബലം. നീരജ്, എല്ലാ കാര്യങ്ങളും നമ്മൾ തീരുമാനിച്ചതാ. എസ്റ്റേറ്റിലേക്ക് ചെല്ലുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിനക്കെന്താ ഇപ്പൊ ഒരു ആലോചന? വരാന്നും ഒന്നിച്ച് താമസിക്കാന്നും ഞാൻ പറഞ്ഞതല്ലേ വിവേകിനോട്. എന്നാ പിന്നെ താമസിക്കുന്ന എന്തിനാ? ദേ, അടുത്ത ആഴ്ച ചെല്ലുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളവിടെ ചെല്ലുന്നത് എസ്റ്റേറ്റിന്റെ ഓണർക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ദേ, ഞാനൊരു കെയർ ടേക്കർ മാത്രമല്ല, അവിടുത്തെ ഓൾ നോളാണ്. എന്നെ ഏൽപ്പിച്ചതിന് ശേഷം ഒരിക്കലും അദ്ദേഹം വിദേശത്ത് നിന്ന് തിരിച്ചു വന്നിട്ടില്ല. ഞാൻ അത്രയ്ക്ക് വിശ്വാസം എന്നെ. എത്ര കാലം വേണമെങ്കിലും നമുക്ക് അവിടെ താമസിക്കാം. അങ്ങനെ മറ്റൊരാളുടെ എസ്റ്റേറ്റില് സ്ഥിരതാമസമാക്കിയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കണം. അതല്ലേ ആവശ്യം? ആവശ്യമല്ല, അത് അത്യാവശ്യമാണ്. അതല്ലേ ഞാൻ പറഞ്ഞത്. എടാ, എനിക്കൊരു ജോലി കിട്ടിയ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി അതല്ലെങ്കിൽ എസ്റ്റേറ്റിന്റെ കാര്യങ്ങൾ മാത്രം നോക്കി നടത്തിയാൽ മതി. നമുക്ക് ലാവിഷായിട്ട് ജീവിക്കാം. ഞാൻ എൻ്റെ വരുമാനത്തെപ്പറ്റി മാത്രമല്ല നീരജ പറയുന്നേ. നിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതിനുള്ള സൗകര്യം ഉണ്ടാക്കിത്തരും. അത് കഴിഞ്ഞ് ഒരു IT പ്രൊഫഷന് കിട്ടുന്ന വരുമാനം എത്രയാ? നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു എസ്റ്റേറ്റ് മാനേജറായിട്ട് ജീവിക്കേണ്ട ആളല്ല ഞാൻ. അതിനപ്പുറത്തേക്ക് പോകും നമ്മള്. നീരജ, നീ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. ഒരാളെയും നമ്മൾ ആശ്രയിക്കില്ല. നമ്മുടെ ജീവിതം കണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും സ്വന്തക്കാരും നാട്ടുകാരും ഒക്കെ. ഇതൊക്കെ എന്റെയും പ്രതീക്ഷകളാണ്. എന്തായാലും വിവേകിനൊപ്പം പോരാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇവിടെ ശ്വാസം മുട്ടി ജീവിക്കാൻ എനിക്ക് വയ്യ. പക്ഷെ വിവേക്, ചില ബന്ധങ്ങളുടെ കെട്ടുപാടുകൾ കൂടിയുണ്ട്. അതെല്ലാം അവസാനിപ്പിച്ചാ ഞാൻ ഇറങ്ങിപ്പോയിരുന്നേ. ഒരിക്കലും സ്വൈരം തരില്ലെങ്കിലും വളർത്തി വലുതാക്കിയത് അമ്മയാ. കൈ പിടിച്ചുകൊണ്ട് നടന്നത് മുത്തശ്ശനാ. അവരെയൊക്കെ പൂർണ്ണമായി ഉപേക്ഷിച്ചു വരുമ്പോ ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. എന്താ നീ ഉദ്ദേശിക്കുന്നത്? ഒരു രൂപ പോലും, ഒരു പൊട്ട് പൊന്നു പോലും എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരില്ല ഞാൻ.